വയനാട് മുത്തങ്ങയിൽ വൻ കുഴൽപ്പണവേട്ട. 2 കോടിയിലധികം കുഴൽപ്പണവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. ബത്തേരി സ്വദേശി അർഷാദ്, കൊടുവള്ളി സ്വദേശി ഇസ്മായിൽ എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത്. മുത്തങ്ങ തകരപ്പാടിയിലുള്ള പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഘം അറസ്റ്റിലാകുന്നത്. വിവരങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപകമായ രീതിയിൽ കുഴൽപ്പണമൊക്കെ സംസ്ഥാനത്തേക്ക് ഒഴുകിയെന്ന സൂചനകളുണ്ട്, വിവരങ്ങളുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കുഴൽപ്പണക്കിടത്തുണ്ടാകുന്നു. ഇതാർക്കു വേണ്ടിയാണ് ഈ പണം എത്തിച്ചതെന്ന വിവരമുണ്ടോ? എവിടെ നിന്നാണ് എത്തിച്ചത്? ടോം, കാറിൽ കടത്തുകയായിരുന്ന ഏതാണ്ട് 2 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായി 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയാണ് ഉണ്ടായത്. സുൽത്താൻ ബത്തേരി മുള്ളൻകുന്ന് കണ്ടാക്കൽ വീട്ടിൽ അർഷാദ്, അതുപോലെ തന്നെ കൊടുവള്ളി മദ്രസ ബസാർ പിലാത്തോട്ടത്തിൽ വീട്ടിൽ PT ഇസ്മായിൽ എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും അതുപോലെ തന്നെ ബത്തേരി പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മുത്തങ്ങ തകരപ്പാടിയിലുള്ള പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. എന്നാൽ ഇത് എവിടേക്കാണ്, എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും കർണാടക ഭാഗത്തു നിന്നും വന്ന KA 51 MU 5173 നമ്പർ കാറിലാണ് പണം കടത്താൻ ശ്രമിച്ചത്. ഡിക്കിയുടെ ഇരുവശങ്ങളിലും ബ്രേക്ക് ലൈറ്റിനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച പ്രത്യേകം അറകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഏതാണ്ട് 2,27,43,000 രൂപയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. അതുപോലെ തന്നെ ഈ പിടിച്ച തുകയും വാഹനവും മറ്റും ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ റിപ്പോർട്ട് സഹിതം ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി പ്രതികളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം കൂടുതൽ അന്വേഷണവും നടന്നു വരുന്നുണ്ട്. എന്തായാലും സുൽത്താൻ ബത്തേരി ഇൻസ്പെക്ടർ SHO ശ്രീകാന്ത് S. നായരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയാണ് ഇത് കണ്ടെടുത്തത്. സബ് ഇൻസ്പെക്ടർമാരായ P. ജയപ്രകാശ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, വിനീഷ, പ്രദീപൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ടോം പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഈ വിഷു അല്ലെങ്കിൽ ഓണം സമയങ്ങളിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കുഴൽപ്പണ സാധാരണ ഈ റൂട്ടിൽ നിന്ന് പിടിക്കാറുള്ളത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ്, എക്സൈസ് അതുപോലെ തന്നെ GST വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധനകളാണ് ഇവ പ്രധാനമായും പിടിക്കപ്പെടുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെ, അതായത് ഈ 5 മാസം, ഇത് 5ാമത്തെ തവണയാണ് ഈ റൂട്ടിൽ നിന്ന് കുഴൽപ്പണം പിടികൂടുന്നത്. കൂടുതലും കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കാണ്, അല്ലെങ്കിൽ ഇതുവരെ നടത്തിയതെല്ലാം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കാണ് ഈ പണക്കടത്ത് നടക്കുന്നത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് 4.5 കോടിയോളം രേഖകളില്ലാത്ത പണമാണ് ഈ 5 മാസത്തിനുള്ളിൽ ഈ റൂട്ടിലൂടെ കടത്താൻ ശ്രമിച്ചത്. തീർച്ചയായും ഈ വാഹനത്തിൽ പ്രത്യേക ഒരു അറകളൊക്കെ ഉണ്ടാക്കിയാണ് കുഴൽപ്പണം കടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടക രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അതായത് ഇതിനു വേണ്ടി, കുഴൽപ്പണക്കടത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയൊരു വാഹനത്തിലാണ് ഈ പണം കടത്തുന്നതല്ലേ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ സംഘം, ഈ പിടിയിലായ സംഘം ഇതിനു മുൻപ് ഇതുപോലുള്ള സമാനമായ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? തീർച്ചയായും വാഹനങ്ങൾക്ക് പ്രത്യേക അറകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കുഴൽപ്പണക്കടത്തുകാരുടെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇപ്പോൾ 2 മാസം മുമ്പ് ഏതാണ്ട് 2.5 കോടി രൂപ പിടിച്ചതും ഡിക്കിയുടെ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ അതിനായിട്ട് തന്നെ പ്രത്യേക അറകൾ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ വാഹനത്തിനും ബാക്കിൽ ബ്രേക്ക് ലൈറ്റിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ആരും മനസ്സിലാക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തില്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ഥിരം സംഭവം തന്നെയാണ്. എത്രത്തോളം പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കുറെ പിടിക്കപ്പെടാതെ പോകാം, ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെടാതെ പോകാം. എന്തായാലും ഇതിനായി തന്നെ പുറപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളാണ് എന്നുള്ളത് ഈ വാഹനത്തിന്റെ അറകൾ, പ്രത്യേക അറകളിൽ നിന്ന് മനസ്സിലാക്കും. എന്തായാലും ഇവരെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ടീം ഇതിനു മുമ്പ് കള്ളപ്പണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊക്കെ അന്വേഷണം നടന്നു വരുന്നുള്ളൂ. ഇത് ഏതൊക്കെ രീതിയിലാണ്, എവിടെ നിന്നാണ്, എന്ത് ആവശ്യത്തിനാണ് എന്നുള്ളതൊക്കെ. എന്തായാലും രേഖകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.